അച്ഛൻ ആക്ച്വലി മാത്സിൽ കുറച്ച് ഞാൻ അച്ഛനങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യും. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കും മൾട്ടിപ്ലിക്കേഷൻ, വേറെ മൈൻഡ് നല്ല കണ്ടുപിടിക്കും. അപ്പോൾ ഏതാ കിട്ടുക ഇനി എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെ എഴുതി കാണുന്നത് പഠിച്ചു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഇത് പിന്നീട് വരും. അവിടെയൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാം. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്ത ഇപ്പോൾ ഓക്കെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ വേണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു സ്ട്രക്ചർ കിട്ടും. ഇപ്പോൾ സിലബസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറയാൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് നോക്കിയപ്പോൾ ഓരോ ടോപ്പിക്സും ChatGPT ഓക്കെ ഇങ്ങനെ ചോദിച്ചാൽ അത് പറഞ്ഞു തരാനുണ്ടാവും. ഈ പറഞ്ഞ ക്രിമിനോളജി പോലുള്ള സബ്ജക്ട്സ് കുറവാണ്, റിസോഴ്സുകൾ കുറവാണ് കിട്ടാൻ. മനസ്സുണ്ടായാൽ മതിയല്ലേ, മതി. അത് നമുക്ക് കിട്ടും തോന്നിയാൽ ഉറപ്പായിട്ടും കിട്ടും. ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി നമുക്കത് കിട്ടും. ബുക്സ് റെഫർ ചെയ്യാൻ പറ്റും, അങ്ങനെ കിട്ടും. ഇങ്ങനെ ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി അത് ക്രാക്ക് ചെയ്യണം. നെറ്റ് എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നെറ്റ് എക്സാം എന്താണെന്ന് അറിയില്ലായിരുന്നു. കൂടുതലുള്ളവരൊക്കെ മുന്നേ എഴുതി തുടങ്ങിയിരുന്നു. നമ്മളോടൊപ്പം ഇന്നുള്ളത് വ്യത്യസ്തനായൊരു പേരുകാരനാണ് ഷാമിൽ ഹനാൻ. അതുപോലെ വ്യത്യസ്തമായൊരു സബ്ജക്റ്റിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്, ക്രിമിനോളജി. കൂടുതൽ വിശേഷങ്ങൾ ഷാമിലിനോട് തന്നെ ചോദിക്കാം. വെൽക്കം ഷാമിൽ. താങ്ക് യു സർ. ആദ്യം തന്നെ ഈ വീട്ടിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തതിനൊരു നന്ദി പറയുന്നു. അടൂരത്തെ അല്ലെങ്കിൽ സദേൺ കേരളയിലെ ഒരു വരണ്ട കാലാവസ്ഥയിൽ നിന്ന് തണുപ്പുള്ള കുളിർമയിലേക്കൊക്കെ വന്നതിലൊരു നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ഹിൽ സ്റ്റേഷൻ പോലെ കേട്ടോ. പറ്റിയായിരുന്നെങ്കിൽ നിങ്ങളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. ഷാമിലിന്റെ ലേണിംഗ് ജേർണി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു. എങ്ങനെയാണ് നെറ്റിലേക്ക് എത്തിയത്? പഠിച്ചതൊക്കെ എന്താ? ക്രിമിനോളജി സബ്ജക്റ്റിനെ പറ്റിയൊക്കെ ഒരു ചുരുക്കി പറയാം. ഓക്കെ, ഞാൻ പഠിച്ചതൊക്കെ 10ാം ക്ലാസ് വരെ, 10 പ്ലസ് 2 ഒക്കെ വയനാട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ വലിയ സ്കെയിലൊരു ഐഡിയ ആയിരുന്നു പ്ലാൻ. അതിന് മുമ്പ് ചെയ്തൊക്കെ ചെറിയൊരു ഐഡിയ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ ക്രൈം എലമെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, സീരിയൽ കില്ലേഴ്സും ഒരുപാട് കൊലപാതകങ്ങളൊക്കെ അങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ നമുക്കിതിന് നോളജ് കിട്ടുന്ന സിനിമകളിൽ നിന്നാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എവിഡൻസ് വരിക, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ എങ്ങനെ, അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്ന് അത് ബ്ലോക്ക് ആയിപ്പോയി, ഇറങ്ങാൻ പറ്റിയില്ല പടം. ഓക്കെ, അതേ ടൈമിൽ എൻ്റെ പ്ലാൻ യൂഷ്വലി ഞാൻ വിചാരിച്ച് എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു, മനക്കണക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പോകുന്നു, അങ്ങനെ ഒരു പ്ലാൻ. അത് കഴിഞ്ഞ് കൊച്ചിങ്ങിന് പോകുന്നു, എഞ്ചിനീയറിംഗ് അങ്ങനെ പോകുന്നു വിചാരിച്ചു. പക്ഷേ ഈ കോവിഡ് വന്ന് ബ്ലോക്ക് ആയപ്പം അവിടെയും ചിന്തിക്കാൻ പറഞ്ഞ ടൈം കിട്ടി. അപ്പോൾ ഞാൻ ഈ സീരീസ് ആണെന്ന് തുടങ്ങി. ഷെർലക്ക് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹൈ ആയി. അപ്പോൾ ആ ടൈമിലാണ് അമ്മയും പറയണത് ഫോറൻസിക് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ ഇതിപ്പോൾ എനിക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും, എങ്ങനെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം, സയന്റിഫിക് ആയിട്ട് തന്നെ തെറ്റില്ലാതെ, അതെ, ക്ലിയർ ആയിട്ട് കാണിക്കാം. ആൾക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇതിൽ ഫോറൻസിക്കിലോട്ട് എത്തുന്നത്. ഞാൻ സെന്റ് തോമസിലാണ് ചെയ്തത്, തൃശ്ശൂർ. അപ്പോൾ ഫോറൻസിക് കഴിഞ്ഞ് അത് കൂടുതൽ ലാബ് ഓറിയൻറ്റഡ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്രൈം മൈൻഡ്സ് അല്ലെങ്കിൽ ക്രിമിനൽസ് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിനാണോ എനിക്ക് കുറച്ചും കൂടെ താല്പര്യം ഇരിക്കുന്നത്. പിന്നെ അത് മാറ്റി ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് മംഗലാപുരത്ത്. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് കൂടുതൽ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നമുക്ക് അതിന് മുമ്പ് ചെയ്തിരുന്നു, പക്ഷെ കൂടുതൽ എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു വലിയ ക്രൗഡിന് മുമ്പ് പോയിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാൻ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കിട്ടി തുടങ്ങിയെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ഞാൻ കഥകൾ പോലെ പറയാം. ഞാനങ്ങനെ ഓരോ സിനിമ ഞാൻ ചെയ്ത എല്ലാ പ്രസൻറ്റേഷൻസും ഓരോ കഥകൾ ഉണ്ടാക്കി സിനിമ പോലെ സൗണ്ടും വിഷ്വലി അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പം അതിൽ കുറച്ച് കോംപ്ലിമെൻറ്റ്സ് വന്നപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇതാവുന്നുള്ളത്. എനിക്കങ്ങനെ കുറേ നിർത്തി ക്ലാസ് എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് കാണാൻ ആഗ്രഹിച്ചോ അത് അവർക്ക് കിട്ടും എന്നുള്ള അങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ ടീച്ചിങ്ങിലോട്ട് എത്തിയത്. നെറ്റ് എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, നെറ്റ് എക്സാം എന്താണെന്നോ അറിയില്ലായിരുന്നു. ഇതിന് കൂടുതലുള്ളവരൊക്കെ മുന്നേ എഴുതി തുടങ്ങിയിരുന്നു. അപ്പം നെറ്റ് ഞാൻ അന്ന് അപ്ലൈ ചെയ്തു ജൂണിൽ. അപ്പം മെയ്യിലാണ് എൻ്റെ തീരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിരുന്നു, ചുമ്മാ പോയി എഴുതാന്നുള്ളത്. മെയ് എൻഡിൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് മാക്സിമം 10 days എന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റ് മലയാളം അടിച്ച് നോക്കിയപ്പോൾ I++ ക്ലാസ് വന്നു. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ പെട്ടെന്ന് മനസ്സിലായി. എനിക്കെന്ന് വെച്ചാൽ ഞാൻ യൂഷ്വലി ഹിന്ദി അങ്ങനത്തെ ക്ലാസ്സുകളാണ് കാണാറ്. ഹിന്ദി നമുക്കത് മനസ്സിലാക്കി ഉള്ളിലിട്ടൊന്ന് മനസ്സിലാക്കണം, മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടാണോ. അപ്പോൾ മലയാളത്തിൽ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലായി. അവിടെ നിന്നാണ് എനിക്ക് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു സ്ട്രക്ചർ കിട്ടുന്ന തന്നെ I++ ക്ലാസ്സസ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ക്രിമിനോളജി അങ്ങനെ ക്ലാസ് ഇല്ല. ക്രിമിനോളജി ആകെ ഒറ്റ ചാനൽ, ക്രിമിനോളജി ഗ്യാൻ എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറേ ഐഡിയാസ് കിട്ടി, ഇങ്ങനെ ക്രിമിനോളജിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. പിന്നെ 1 വീക്ക് ആയിരുന്നു ടൈം ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് എല്ലാ ജസ്റ്റ് പ്ലേലിസ്റ്റ് കൂടെ ഒന്ന് കടന്നു പോയിട്ട് പിന്നെ എക്സാമിന് പോയി. അതിൽ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം 200 ക്വസ്റ്റ്യൻ വന്നു. ഇന്ത്യയിൽ 150 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, എനിക്ക് മാത്രം 200 ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എനിക്ക് മാത്രം. ഞാനപ്പോൾ എക്സാം സെൻറ്ററിൽ ആൾക്കാരോട് ചോദിച്ചു, കുട്ടികളായിരുന്നു അവിടെ,
എനിക്ക് മാത്രം 200 ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവർക്കും അറിയില്ല. പിന്നെ ഇറങ്ങിയത് കംപ്ലൈൻറ്റ് ചെയ്യണം, എന്താ നമുക്ക് മാത്രം അങ്ങനെ വന്നുള്ളൂ. പക്ഷെ സംഭവം എന്താ പറഞ്ഞാൽ എനിക്കത് ശരിക്കും 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ 51 മുതൽ 150 വരെ ആണല്ലോ. എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഞാൻ 51 എന്നുള്ളത് കിട്ടി, ഞാൻ ശരിക്കും ഞാൻ ആദ്യം 50 എണ്ണം ചെയ്തു, പിന്നെ ഞാൻ 150 ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം മനസ്സിലാക്കി ഞാൻ അവിടെ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ മനസ്സിൽ പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ JRF കിട്ടിയ അവനാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രക്ചർ പറഞ്ഞത്. ഫോറൻസിക്കൽ JRF കിട്ടിയ ആളാണ്. അവനാണ് എനിക്ക് എക്സാം ഇങ്ങനെ ആളുകളാണല്ലോ എത്തുക, അവൻ ടാലൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ നെക്സ്റ്റ് ടൈം ശരിക്കും ഒന്നിരിക്കണം, കുറേ പഠിക്കാനിരിക്കുന്നത് മനസ്സിലായി. അതിനിടയിലാണ് ഷോർട്ട് ഫിലിം ഒരു വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, വിചാരണ എന്നുള്ള പേരിൽ. 2 ദിവസം മുമ്പ് പോസ്റ്റർ റിലീസ് ചെയ്തുള്ളൂ. അതിന്റെ വർക്കിലോട്ട് കയറിയപ്പോൾ എന്നത്തേക്കാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന പരുവത്തിലെത്തുക? അത് കുറച്ച് പണികളുണ്ട്. ഹോപ്പ്ഫുള്ളി മാർച്ചിൽ റിലീസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങി. അപ്പോൾ അതൊക്കെ അറിയിക്കണം കേട്ടോ. തീർച്ചയായും സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങി. പക്ഷെ അത് വിചാരിച്ചതിനേക്കാളും കുറച്ചധികം നീണ്ടുപോയി. കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇറങ്ങാൻ. അപ്പം ഞാൻ വിചാരിച്ചൊരു ടൈമിൽ എനിക്ക് തീർക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് തീർത്തിട്ട് തീരാം. വീട്ടിൽ നിന്നും പറഞ്ഞിരുന്നു ആക്ച്വലി നീ ഷോർട്ട് ഫിലിം വർക്ക് തീർത്തിട്ട് വേഗം പഠിത്തം എടുക്കണമെന്നുണ്ടായിരുന്നു. ക്രിമിനോളജിയിൽ ആക്ച്വലി അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ തന്നെ ടീച്ചിങ് തന്നെയാണ് ക്രിമിനോളജിയിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് അവസാനം നവംബർ എൻഡായി, എൻ്റെ വർക്ക് ഇവിടത്തെ ഒന്ന് തീർന്നു, സ്കെയിൽ കുറച്ച് കയറിപ്പോയി. അങ്ങനെ നോക്കുമ്പോൾ 40 ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ സാറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ 70 ദിവസത്തെ സ്ട്രാറ്റജി പ്ലാനൊക്കെ ഞാൻ കണ്ടിരുന്നു. 70 ദിവസം ഓക്കെ ഞാനത് 40 എങ്ങനെ ആക്കിയപ്പോൾ 20 യൂണിറ്റ് ആണല്ലോ, 20 അങ്ങനെ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. ഓക്കെ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതാണ് എക്സാം, എത്ര സിലബസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടു. പിന്നെ ആദ്യം ഞാൻ ക്രിമിനോളജി നോക്കി. ക്രിമിനോളജി പിന്നെ ChatGPT യൂസ് ചെയ്ത് കുറച്ച് നോട്ട്സ് ക്ലിയർ ഉണ്ടാക്കിയെടുത്ത് ക്രിമിനോളജി നോക്കി. പിന്നെ പേപ്പർ 1 നോക്കി, അങ്ങനെയാണ് പോയത്. അതിൻ്റെ ഇടയിലാണ് i+ന്റെ മറ്റേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കും. അവിടെ എനിക്ക് കോള് വന്നത് ഫ്രീ ആയിട്ട് സെഷൻ. അപ്പം അവിടെ ഈ AIM JRF പറ്റി എപ്പോഴാണ് പറഞ്ഞത്, അത് ആക്ച്വലി അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്ലേലിസ്റ്റ് കണ്ടിട്ട് കുറേ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷെ അതല്ല, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് ശരിക്കും ഒരു ഐഡിയ ഉള്ളൂ. ഇത് പഠിക്കുമ്പോൾ എനിക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചിരിക്കും. അതേസമയം എക്സാം എഴുതിയപ്പോൾ ഞാൻ ചോദിച്ചു നല്ല മാർക്ക് ഉണ്ടോ വെച്ചാൽ മാർക്ക് അടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ പകുതി പോലും ഉണ്ടാവും. അത് എക്സാം എഴുതിയിട്ട് കിട്ടുള്ളൂ. പിന്നെ മഹേശ്വരിയുടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. അത് ആക്ച്വലി മാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് പറഞ്ഞ 40 ദിവസം ഉണ്ടായില്ല, എനിക്ക് കിട്ടുമോ എനിക്ക് ഡൗട്ട് ഉണ്ടായി. മാമിനോട് പറഞ്ഞു മാം ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. മാം പറഞ്ഞു നീ ഇന്നങ്ങനെ ഭാഗത്ത് ഫോക്കസ് ചെയ്യതാണ്. ഈ ആക്ച്വലി 8, 9, 10 പാഠങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട്, ആക്ച്വലി 1, 2 ബുദ്ധിമുട്ടായിരുന്നു. 8, 9, 10 കൂടുതൽ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളിൽ. ഫസ്റ്റത്തെ 2 ആണെങ്കിലും നമ്മൾ കുറച്ച് ആപ്ലിക്കബിൾ, എനിക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ശരീരത്തിന്. മാത്സ് എനിക്ക് ഓക്കെ ആയിരുന്നു. മാത്സിൽ ഒരു എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഞാൻ പറഞ്ഞ പോലെ മാത്സ് പറ്റുന്ന ആളായിരുന്നല്ലോ, ഇഷ്ടമായിരുന്നു. ഞാൻ പിന്നെ ടച്ച് വിട്ടുപോയി. സാറിൻ്റെ ക്ലാസ്സസ് നോക്കും എനിക്ക് ആക്ച്വലി എന്ന് പറയാം ആദ്യം ടെൻഷനായി. സാർ അങ്ങനെയല്ല, അതായത് ആദ്യം ക്ലാസ് കേട്ട് ഞാൻ ക്വസ്റ്റ്യൻ കേട്ട് പോസ് ചെയ്ത് മുഖം പെട്ടെന്നൊന്നും മാറിയല്ലേ കാര്യം. ഞാൻ നല്ലൊരു എത്തുന്നത്, അതായത് ക്ലാസ് കേട്ട് ഞാൻ പോസ് ചെയ്യും, ക്വസ്റ്റ്യൻ കേട്ട് പോസ് ചെയ്ത് ഞാൻ എൻ്റെതായിട്ട് ചെയ്യും. മാക്സിമം 10-15 മിനിറ്റിലെങ്കിലും ഒരു ചോദ്യം ചെയ്യാൻ ട്രൈ ചെയ്യും. ആൻസർ ചോദിക്കുമ്പോൾ സാർ 2 മിനിറ്റ് അല്ലെ ഒരു 10 സെക്കൻഡ് സാധനം ഉത്തരം പറയും. നമ്മൾ ഇത്രയൊന്നും കണ്ടുപിടിക്കാൻ റിമൈൻഡർ ഇങ്ങനെ നോക്കി സാധനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ അന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു എങ്ങനെയാണ് അത് പോകാന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ഷോക്കില്ല, അത് പഠിക്കണം, അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ എനിക്ക് പറ്റുന്നു. അപ്പോൾ ഞാൻ കുറച്ചിരുന്നു. ഇത് പറഞ്ഞാൽ ഫ്രം ദ സ്ക്രാച്ച് ഞാൻ കണക്ക് കൂട്ടാൻ മുതൽ ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങി. ലൈക്ക് വെറുതെ 2 നമ്പറും കൂട്ടുക, 2 നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക. അച്ഛൻ ആക്ച്വലി മാത്സിൽ കുറച്ച് ഞാൻ അച്ഛനങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യും. ഓക്കെ ആദ്യം കണ്ടുപിടിക്കും മൾട്ടിപ്ലിക്കേഷൻ, പുള്ളി വേറെ മൈൻഡ് വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഏതാ കിട്ടുക ഇനി എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെ എഴുതി കാണാൻ പഠിച്ചു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഇത് പിന്നീട് വരും. പിന്നെ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സെക്കൻഡ് ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയാം, നിങ്ങളൊരു 16 വരെയുള്ള ടേബിൾ പഠിക്കുക, ഏറ്റവും മിനിമം ഒരു 10 വരെയുള്ള ടേബിളെങ്കിലും പഠിക്കാതെ പഠിച്ചാലേ നിങ്ങൾക്ക് ബാക്കി സ്പീഡ് ഡിസ്റ്റൻസോ റേഷ്യോ പെർസെൻറ്റേജോ എന്ത് ചെയ്യണമെങ്കിലും ഈ അടിസ്ഥാനം ഇല്ലാണ്ട് നമ്മൾ ആദ്യം വീട് ഞാൻ വാർത്ത 1ാം നില പണിതളയാന്ന് തീരുമാനിക്കുന്ന പോലെയാന്ന് പറയും. ഇനി ബാക്കി പറഞ്ഞു, സോറി ഇന്ററപ്റ്റ് ചെയ്തേന്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് പഠിച്ചെത്തിയ ഒരാൾ പറയുമ്പോൾ കുറച്ചുകൂടെ വാല്യൂ ആയിട്ടാണ്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു സാർ പറഞ്ഞ മെത്തേഡ്സ്. ലൈക്ക് നിങ്ങളെ എനിക്ക് ആദ്യം കേട്ട പേടി തോന്നുന്നു, അതാ പറഞ്ഞത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത് കുറേ DI ചെയ്ത് തോന്നുന്നു. പിന്നെ എനിക്കത് ഭയങ്കര എളുപ്പമായി. എനിക്ക് ഉറപ്പുണ്ട് ഈ എക്സാമിന് 5 എണ്ണത്തിൽ 4 ശരിയായിരിക്കുന്നുള്ളൂ. പക്ഷെ എക്സാമിൻ്റെ ടൈമിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അത് ഞാൻ ലാസ്റ്റ് മിനിറ്റ് പെട്ടെന്ന് തോന്നിയ ഇതിലാണ് എഴുതി, പക്ഷെ അത് ശരിയായിരിക്കും. കാരണം എനിക്ക് അത്ര മാർക്ക് കിട്ടിയത് അങ്ങനെ വന്നതാണ്.
JRF ചുരുക്കം മാർക്കിനാവണമല്ലേ മിസ്സായത്? 3 ക്വസ്റ്റ്യനാണ് മിസ്സായി. 3 question. അടുത്ത തവണ നമുക്ക് പിടിക്കണം. ഓക്കെ. അപ്പം പിന്നെ അതെ ഈ 1 month അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതിലേക്ക് എത്തി. അപ്പൊ അടുത്തൊരു 6 months ഒരു 3-4 months എങ്കിലും പഠിച്ച JRF എന്നുള്ള കടമ്പ ഈസി ആയിട്ട് കടക്കാം. അധ്യാപനം ഈ മൂവി സ്നേഹത്തോടൊപ്പം കൊണ്ടു നടക്കാവുന്ന ഒരു കരിയർ ഓപ്ഷനാണ്. അതുപോലെ 10-25 ലക്ഷം രൂപ ഗവൺമെന്റ് ചെലവിൽ ഡോക്ടർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതാ, ഡോക്ടറും ഡയറക്ടറും ഒരുമിച്ച് ടൈറ്റിൽസ് ആയിട്ട് വരട്ടെ. ഈ ഡിഫിക്കൽട്ട് ഏരിയകൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഒരു പാഷൻ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചലഞ്ചസ് എന്താ? നെറ്റൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നൊരാൾ വീട്ടിൽ പറയുമ്പം, സമൂഹത്തിൽ പറയുമ്പം, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് വരെ പഠിച്ചു, നെറ്റ് ക്വാളിഫൈഡ് ആയി, എന്തൊക്കെ തടസ്സങ്ങൾ വന്നു, എങ്ങനെ അതിനെ അതിജീവിച്ചു? തടസ്സങ്ങൾ ആക്ച്വലി ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷെ എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്നോട് ആകെ പറഞ്ഞത് നീ ഒരു ജോലി എടുക്ക്, എന്നിട്ട് ബാക്കപ്പ് സെറ്റ് ചെയ്യും, എന്നിട്ട് നീ ഇറങ്ങിക്കോ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഷോർട്ട് ഫിലിം ആക്ച്വലി നമുക്കങ്ങനെ എക്സ്പോഷേഴ്സ് കുറവാണല്ലോ. നമുക്ക് പ്രത്യേക വയനാട്ടിലൊക്കെ അങ്ങനെ കുറവായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ടീം സെറ്റ് ചെയ്യാനായിരുന്നു. ഈ ഷോർട്ട് ഫിലിം ഇത്രയും നീണ്ടുപോയത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാമറ ടീം അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ആക്ടേഴ്സിനെ ഓഡിഷൻ ചെയ്തു. പിന്നെ ഇതിന് ബഡ്ജറ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു പോയിന്റ് വരുന്ന ലൈഫിൽ വിചാരിച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ സ്കിറ്റ് കുറേ ചെയ്തിരുന്നു, കോളേജിലൊക്കെ ഒരുപാട് സ്കിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഷോർട്ട് ഫിലിമോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 0 ബഡ്ജറ്റ് പ്ലാൻ ചെയ്തൊരു പടമാണ് നമുക്ക് ഭയങ്കരത്തിലോട്ട് മാറിയത്. 10 ലക്ഷം ക്രോസ് ചെയ്തോ? അത്ര എത്തിയോ? ഇല്ല, എത്താനാവും. അത് വരും. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചൊരു പ്ലാൻ ആയിരുന്നില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അത് കുറേ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അമ്മയ്ക്ക് എൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം പിന്നീട് ഷൂട്ടിൻ്റെ ഇടയിൽ തീ പിടിക്കുകയുണ്ടായി. അപ്പോൾ ഒരുമാതിരി എന്താ പറയുക, ഒരു ചാലഞ്ച് ആയിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പടം എടുക്കുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ലിറ്ററലി ഓരോ ദിവസം ഇഷ്യൂസ് കൂടി വരും. ഈവൻ ഈ എക്സാമിലും എനിക്ക് കിട്ടിയ സ്ഥലം പറഞ്ഞു, ആദ്യം എനിക്ക് കൊല്ലമായിരുന്നു കിട്ടിയത്. പിന്നെ അത് മാറ്റി എഴുതി കൊടുത്തു. അത് പറഞ്ഞിരുന്നു, ചാനലിൽ പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ കൊടുത്തു, മാറ്റി കിട്ടി. തൃശ്ശൂർ കിട്ടി. എപ്പോഴാണ് കിട്ടിയത്? അതൊരു 2 ദിവസത്തിൽ തന്നെ എനിക്ക് മാറ്റി കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു തൃശ്ശൂരാണോ? ഓക്കെയാണ്. അപ്പം മുന്നേ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി അവനുള്ളതുകൊണ്ടാണ് എന്നെ അവിടെ എത്തിച്ചത് രാവിലെയൊക്കെ. ഇതിന് മുമ്പത്തെ എക്സാം PhD. ഈ എക്സാമിന് അങ്ങനെ കിട്ടി. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് 1-ാം തീയതി ആണെന്ന് തോന്നുന്നു. അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ കോതമംഗലം കാണിക്കും. അപ്പോൾ ആദ്യം വന്നു എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ മാറ്റം വന്നത്. അപ്പോൾ കോതമംഗലം വന്നപ്പോൾ തന്നെ 6:30 മണി. ഞാൻ 4:30 എത്തേണ്ടിയിരുന്നു. അവിടെ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ബസ് കിട്ടിയില്ല. അത് ആ പ്രദേശത്തേക്ക് ബസ്സില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ 2-3 വർഷം മാറി കയറി കുറേ ടൈം പോയി. ഞാൻ എത്തിയപ്പോൾ 11:30 മണിയായി രാത്രി. ഒരു ദിവസം രാവിലെ 7 മണിക്ക് എക്സാമുകളിൽ എത്തേണ്ടിയിരുന്നു. അത് തലേന്ന് പോകാൻ ഡിസൈഡ് ചെയ്തതുകൊണ്ട് അത് എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ടൈം ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത ടിക്കറ്റ് അവിടെ നിന്ന് മാറി കയറാന്ന് വിചാരിച്ചാണ് പോയത്. അവിടെ എത്തി 11:30 റൂം കണ്ടിട്ട് ഫോൺ ഓഫായി പോയി. ലിറ്ററലി കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എത്തി രാത്രി കിടക്കാന്നെങ്കിൽ പഠിക്കണമായിരുന്നു. അതിൽ ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ 14 hours മാരത്തോൺ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ കേട്ടു. അത് എനിക്ക്, ഞാൻ പറഞ്ഞു ഇനിയും കുറേ എനിക്ക് അറിയാനുണ്ട് എന്നുള്ള സാധനം. എനിക്ക് മറ്റേ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഇതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, അത് കുറേ കേട്ടു. അപ്പോൾ കുറേ പഠിച്ചു. എനിക്ക് ഇനിയും കുറച്ചും കൂടെ നോക്കണം എന്നുണ്ടായിരുന്നു, ഒരു ഐഡിയ കിട്ടാം. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ എത്തി 11:30 ഒന്ന് ജസ്റ്റ് നോക്കി കിടന്നപ്പോൾ 1:30 മണിക്ക്. പിന്നെ രാവിലെ എണീക്കേണ്ടി വന്നു. അപ്പോൾ എക്സാമുകളിലേക്ക് ഞാൻ ആക്ച്വലി പോകുന്നത് എൻ്റെ തലയിൽ ഒരു ഭാരം ഉള്ള പോലെയായിരുന്നു. എനിക്ക് ശരിയാവാതെ ഹെഡ് വെയിറ്റ് ഉണ്ടായിരുന്നു. ഫുൾ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷനാലിറ്റി ഉണ്ടായിരുന്നില്ലല്ലേ? അത് പിന്നെ സാറ് പറഞ്ഞിരുന്നല്ലോ നമ്മൾ എത്ര മോശം ചിന്തിക്കണം എന്നുള്ളത്. പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയല്ലേ? ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ഈ പോക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇനിയിപ്പോൾ ചെന്നിട്ട് കമ്പ്യൂട്ടറും കൊണ്ട് അടിച്ചു പോകാനുള്ളത് മണിയുള്ളൂ വിചാരിച്ചു. അങ്ങനെ ചലഞ്ചസ് വന്നു പോയി. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. ഞാൻ കുറച്ചു നേരം ഉറങ്ങി. ആക്ച്വലി ഞാൻ 8 മണിക്ക് അവിടെ എത്തി. 9:30 ഇറങ്ങി. കുറച്ചു നേരം കിടന്ന് ഗേറ്റിനകത്ത് എത്തിയാൽ കുറച്ച് സമയം നേരെ കയറി പിന്നെ ഇറങ്ങി എങ്ങനെ എടുത്ത് ഞാൻ കുറച്ച് ഡീവേറ്റ് ചെയ്തു. ഞാൻ ഫിലിമിലോട്ട് വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ എനിക്കിപ്പോൾ ഇത് വന്നിട്ടില്ല. ഇനി എൻ്റെ പകുതിയൊക്കെ അറിയില്ലുണ്ടാവില്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിലോട്ട് കംപ്ലീറ്റ് എനിക്കങ്ങനെ ഫിലിം ലൈഫ് വലിയ താല്പര്യമുള്ളതല്ല. എനിക്ക് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് താല്പര്യം തോന്നുമ്പോൾ സിനിമകൾ ചെയ്യണം, എനിക്ക് പറയാനുള്ളത് കുറേ കാര്യങ്ങൾ പറയണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോൾ അല്ലെ, യൂട്യൂബിൽ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പം കുട്ടികൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും പറയും സാർ അന്ന് പറഞ്ഞത് തന്നെ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്തു. ഒരു അധ്യാപകന് അത്രയും ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, മാസ് മീഡിയ ആണല്ലോ നമ്മുടെ മൂവിയൊക്കെ,
ലക്ഷങ്ങൾ കാണുന്ന, കോടികളിൽ കാണുന്ന ഒരു മീഡിയക്ക് വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അറിഞ്ഞോ അറിയാതെയോ ഇമ്പാക്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്, ആളുകൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. തീർച്ചയായും. അപ്പോൾ ഇനി ഈ റയർ സബ്ജക്റ്റുകൾക്ക് ക്രിമിനോളജി ഇപ്പോൾ പഠിച്ചു, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു JRF ഉണ്ടായിരുന്നു I+ലെ വിദ്യാർത്ഥികൾക്ക്. ഇന്ത്യയിലെ ഒരു ടോപ്പ് 3 ആയിട്ട് വരും ആള്. അപ്പം റയർ സബ്ജക്റ്റ് പഠിക്കുന്നവരോട് എന്താ പറയാനുള്ള? ChatGPTയുടെ ഒക്കെ ഫംഗ്ഷനാലിറ്റി സൂചിപ്പിച്ചു പോയിരുന്നല്ലോ, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടെക്നോളജിക്ക്? എനിക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഈവൻ PGക്കും അവിടെയൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാം. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്താൽ ഇപ്പോൾ ഓക്കെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ വേണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു സ്ട്രക്ചർ കിട്ടും. ഇപ്പോൾ സിലബസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് നോക്കിയപ്പോൾ ഓരോ ടോപ്പിക്സും ChatGPT ഓക്കെ ഇങ്ങനെ ചോദിച്ചാൽ അത് പറഞ്ഞുതരാനുണ്ടാവും. ഈ പറഞ്ഞ ക്രിമിനോളജി പോലുള്ള സബ്ജക്ട്സ് കുറവാണ്, റിസോഴ്സുകൾ കുറവാണ് കിട്ടാൻ. അപ്പം മനസ്സുണ്ടായാൽ മതിയല്ലേ? മതി, അത് നമുക്ക് കിട്ടും തോന്നിയാൽ ഉറപ്പായിട്ടും കിട്ടും. ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി നമുക്കത് കിട്ടും. ബുക്സ് റെഫർ ചെയ്യാൻ പറ്റും, അങ്ങനെ കിട്ടും. ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി, അത് ക്രാക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റുഡൻസ് ഇത് കാണുന്നവരോട് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പോയിന്റുകൾ അടുത്ത നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആദ്യം തോന്നുന്നത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് അത് പറ്റും എന്നുള്ളത്. പിന്നെ മെത്തേഡ് എനിക്ക് തോന്നുന്നു കുറേ PYQs ചെയ്തു നോക്കിയാൽ ഏറ്റവും അടിപൊളിയായിരിക്കും. PYQs I+ തന്നെ JRFൽ 1000 എത്രയോ 1000-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം തന്നെ നമുക്ക് കുറേ ഐഡിയ കിട്ടും. പിന്നെ സാർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്രമല്ല അത് ശരിയാണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും, അഡീഷണൽ പോയിന്റ്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെയിൻ കാര്യം റിവിഷനാണ്. അതും സാറ് പറഞ്ഞിരുന്നൊരു വീഡിയോയിൽ, നമ്മൾ തീർത്തിട്ട് ഒരു ദിവസം പഠിച്ചതിന് ശേഷം അതൊന്നിരുന്ന് ആലോചിച്ച് നോക്കി റെഫർ ചെയ്യും. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ചാലും മതി, എന്താ നമ്മളൊന്ന് പഠിച്ചത് ചിന്തിക്കും. പിന്നെ അത് മറന്നുപോകില്ല, ചിന്തിക്കാനത് കണ്ടെത്തും, പ്രാക്ടീസ് ചെയ്യുക. DA ഒക്കെ ഞാൻ കിട്ടൂല എന്ന് വിചാരിച്ച സാധനം കുറേ പ്രാക്ടീസ് സ്പീച്ച് കിട്ടും. സാറിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ പേപ്പറുകൾ കുറേ ഇംഗ്ലീഷ് കാര്യങ്ങളത് വായിച്ച് മനസ്സിലാക്കാൻ നോക്കി. അത്രയൊക്കെ തന്നെ ചെയ്താൽ മതി. മാക്സിമം നമ്മളെ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുക. നമ്മുടെ 100% ഇടുമ്പോൾ തന്നെ നമുക്ക് വിജയം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ട്രൈ ചെയ്യുക കിട്ടുന്നവരെ. സാർ എക്സാമ്പിൾ പറയുമ്പോൾ ആക്ച്വലി ഫീമെയിൽസിന് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടാണ് എക്സാമ്പിൾസ് തുടങ്ങുന്നത്. ലൈക്ക് ഹി ഓർ ഷീ എന്നുള്ളൊരു സാധനം പറയും. യൂഷ്വലി എല്ലായിടത്തും ഹീ ആണ്. ഇപ്പോൾ പുസ്തകങ്ങളാണെങ്കിലും നമ്മൾ കാണുന്നത് ഹീ എന്നുള്ളൊരു, അത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നതായിരിക്കും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സാറിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് അന്നേ ഇത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത്. അതുപോലെ കമൻറ്റിൽ ഞാൻ ഇട്ടാലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം സാർ എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ എനിക്ക് സാറിനത് പറയണമെന്നില്ല. ചോദിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളോടായാലും ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ, എൻ്റെ ക്ലാസ്സുകളാണെങ്കിൽ ഹീ എന്നുള്ള ചോദ്യമാണെങ്കിൽ എപ്പോഴും ആ H സ്മോൾ ലെറ്റർ ആക്കിയിട്ട് ഞാൻ മുമ്പിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു S കൂടി എഴുതും. അപ്പോൾ അത് ഷീ ഓർ ഹീ ആവും. അല്ലെങ്കിൽ ഞാൻ ഹീ കഴിഞ്ഞിട്ട് ഓർ ഷീ എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ടീമിലുള്ള ആളുകളോട് പറയാറുണ്ട്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവുന്നല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എൻ്റെ വീട്ടിൽ അമ്മ രേഷ്മ, അതുപോലെ ഹന്ന എൻ്റെ മോള്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതിയിലധികമോ സ്ത്രീകളാണ്. ആ സന്തോഷത്തിൻ്റെയും കംപ്ലീറ്റ്നെസ്സിൻ്റെ ഒരു പാർട്ട് അവർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിൽ നിന്നും നമ്മുടെ എഴുത്തുകളിൽ നിന്നും നമ്മുടെ ചരിത്രത്തിൽ നിന്നുമൊക്കെ അവരെ മാറ്റി നിർത്തുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരാളെ കൊണ്ട്, ഓരോരുത്തരാണല്ലോ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. ഇപ്പം ഷാമിലും ഇനിയൊരു പ്രസൻറ്റേഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഹി ഓർ ഷീ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഷീയിൽ തുടങ്ങുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഷാമിലിൻ്റെ എഴുത്തുകളിലും ഇനിയിപ്പോൾ മൂവിയിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ വരും ഞാൻ വിശ്വസിക്കുന്നു. ആ തുല്യത നമ്മുടെ ഭാഷയിൽ നിന്ന് തന്നെ തുടങ്ങണം. ഭാഷയിലുണ്ടാവണം, കുടുംബത്തിലുണ്ടാവണം, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലുണ്ടാവണം. അപ്പോഴാണല്ലോ അത് പിന്നീട് സമൂഹത്തിലേക്കും നമ്മുടെ രാജ്യത്തേക്കൊക്കെ മൊത്തത്തിലെത്തുന്നത്. അപ്പം ആ ഒരു മെസ്സേജോട് ചോദിച്ചാൽ ഒത്തിരി സന്തോഷം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പറയാനുള്ള വേദികൾ റയറായിട്ടേ പക്ഷേ വരാറുള്ളൂ. ശ്രദ്ധിക്കപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മുന്നോട്ടുള്ള ജേർണിയിലും ഹോബിയായിട്ടാണെങ്കിലും ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം അടുത്ത സൈക്കിളിൽ JRF നേടുക. ഉറപ്പായിട്ടും ഞാൻ ഒരിക്കൽ കൂടി വരാം. നമ്മുടെ വിദ്യാർത്ഥികളുടെ വിജയം കാണുന്നത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഏറ്റവും സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ I+ൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്നും വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ സ്പെഷ്യൽ നന്ദി. താങ്ക് യു.